ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ അതാ ഞാനൊരു വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഒരു ഈവനിങ് റൊട്ടീൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ യൂസ് ചെയ്തിരുന്നത് ഇവിടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ ചുറ്റുവട്ടത്തിലെ ആൾക്കാർക്കൊക്കെ ഇവിടെ വീടിൻ്റെ അടുത്ത് കിണറുണ്ട്. അതിന് മോട്ടർ വെച്ചിട്ട് പൈപ്പിൽ നിന്ന് അങ്ങനെ വെള്ളം എടുക്കലാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോട്ടർ കേടാണ്. അപ്പോൾ ജലനിധിൻ്റെ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുടിക്കാൻ പിന്നെ താഴത്തുനിന്ന് ഞങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കുടത്തിലുണ്ടായിരുന്ന വെള്ളം ജലനിധിൻ്റെ വെള്ളമായിരുന്നു കേട്ടോ. എല്ലാ വെള്ളം ഞങ്ങൾ എപ്പോഴാണ് വെള്ളം വരണമെന്ന് അറിയില്ല. അപ്പോൾ കിട്ടുന്ന വെള്ളം അങ്ങനെ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇന്നത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാൻ നല്ല വെള്ളം കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ചോറിന് വെള്ളം വെക്കണമല്ലോ, ചോറും ചായയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വെള്ളമൊക്കെ കൊണ്ടുവരാം. നല്ല ഒരു എന്താ പറയുക, അത് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ കുടമൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. അങ്ങനെ ആ കുടമൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളത്തിന് പോകുകയാണ് കേട്ടോ. അപ്പോൾ താഴെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിയിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ 2 കുടമൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് നിറച്ച് വെക്കണം കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവില്ലെന്ന് അറിയില്ല. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനതാ ഞാൻ വെള്ളമൊക്കെ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ അതൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ വീഡിയോ ഞാൻ ഓണാക്കിയിട്ട് പോയിട്ട് ഞാൻ പിന്നെ കുടം കൊണ്ട് വെള്ളം കോരിയിട്ട് അങ്ങനെ പോന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ പിന്നെ ഓഫാക്കി. അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ വിചാരമൊക്കെ ഇതൊക്കെ വീഡിയോയിൽ കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഫോണ് ഞാൻ മേലെ വെച്ചിട്ട് അങ്ങനെ ഫോണൊക്കെ ഓണാക്കിയിട്ട് വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ഞാൻ അങ്ങനെ പോയതായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ഞാൻ പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ എടുക്കും. അങ്ങനെ പിന്നെ വേറൊരു വെള്ളം ചായക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കുടുക്കയിൽ അങ്ങനെ ചോറിനുള്ള വെള്ളം ഇതേപോലെ ഞാൻ ഒന്നായിട്ട് അങ്ങനെ വെള്ളം വെച്ചേക്കട്ടോ. ഇതിന്ന് ഞാൻ പിന്നെ ചായക്കുള്ള വെള്ളം അതിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ. അപ്പോൾ അതാണ് പിന്നെ ഗ്യാസും ഇല്ല അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായപ്പൊടിയൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ തിളച്ച വെള്ളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാണ്ട് ഈ പാത്രത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ചായ ആയി. പിന്നെ ഈ ഒരു വെള്ളം തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചോറിനുള്ള വെള്ളമായി. അപ്പോൾ ഏകദേശം 2 ആയല്ലോ. അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് എടുത്തു. അങ്ങനെ ചായ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അരിയിടാൻ നിന്നു കേട്ടോ. അപ്പോൾ മോർണിംഗ് റൊട്ടീനൊക്കെ അല്ലേ കാണിക്കുക. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. എന്തായാലും ഇങ്ങനെ ജോലിയൊക്കെ ഇതൊക്കെ എന്നും ചെയ്യണത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈവനിങ് ഒക്കെ ഒന്ന് തുടങ്ങിയാലോ, ഈവനിങ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ റൊട്ടീനും കാര്യങ്ങളും രാവിലെ എടുക്കുന്ന ജോലികളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇടലുണ്ട്. അപ്പോൾ ഇതൊന്ന് വെറൈറ്റി അല്ല, ഞാനൊന്ന് മാറ്റം വരുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ അരിയിടാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളമൊക്കെ ആക്കണ്ടേ. ഉച്ചക്കത്തെ വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളമൊക്കെ വെക്കണം. അപ്പോൾ പാത്രം കഴുകാനുള്ളതൊക്കെ ഈ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അരിയൊക്കെ അളന്നെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്ര മതി കേട്ടോ. ഉച്ചക്കത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് അരി ഇട്ടാൽ മതി. അപ്പോൾ ഞാനിതാ അരി കളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു സ്മെല്ലുണ്ട് അതിൻ്റെ, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനായിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യാനായിട്ട് നിർത്തും. പിന്നെ എന്തോ കല്ല് അങ്ങനെ എന്തോ സംഭവമാണ് കിട്ടിയത് അരിയുന്നത്. അതൊക്കെ കാണിച്ചു തരാം വീഡിയോയിൽ. അങ്ങനെ ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചൂടുവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അധികം കരടും കാര്യങ്ങളും ജന്തുക്കളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അരിയിൽ ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് അറിയാനില്ല, ആകെ 2 കരട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. കല്ല് പോലത്തെ എന്തൊക്കെയോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അരിയൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ വേറെ വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ വാതിലടച്ചത് വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വാതിലടച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയെടുക്കുക. ചെറുപ്പത്തിലൊക്കെ അരി കഴുകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അരി ഇങ്ങനെ സ്മെല്ല് ചെയ്യാനും ഇങ്ങനെ ഞാൻ ചിലപ്പോൾ 2 മണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിന്നും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പത്തിൽ. പിന്നെ അമ്മയൊക്കെ ഇങ്ങനെ പറയും അതൊന്നും തിന്നാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിന് അഡിക്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അരിൻ്റെ ആ സ്മെല്ല്. എന്താ ചെറുപ്പത്തിൽ ഞാൻ കുറേ ഇങ്ങനെ എന്താ ഒരു പിടിയൊക്കെ വാരിയിട്ട് ഇങ്ങനെ തിന്നാൻ നോക്കും. അമ്മ കണ്ട ഓരോന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ എനിക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ആ ഒരു സ്വഭാവമല്ല കേട്ടോ. ഇപ്പം അരി തിന്നണ ആ ഒരു സ്വഭാവമൊന്നുമില്ല, അതൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെ അതാ ഞാൻ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അരി ഇടാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അരി ഇടലൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീതനൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം പണികളൊക്കെ ഒന്ന് തീരാറായി. പിന്നെ ഇതാ പാത്രമൊക്കെ കഴുകാനുണ്ടാവും കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ചോറ് മാറ്റി ആ ഒരു പാത്രവും പിന്നെ ഉച്ചക്കത്തെ ചോറും ഇടും കേട്ടോ. ഈ ഇപ്പോൾ വെക്കണ വൈകുന്നേരം വെക്കണ ചോറിൽ ഉച്ചക്കത്തെ ചോറിടും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് പകുതി വെന്തതിന് ശേഷം ഉച്ചക്കത്തെ ചോറായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഊറ്റിയെടുക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ എന്താ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. പകുതി വേവാകുമ്പോഴത്തേനും ഉച്ചക്കുള്ള ബാക്കി വന്ന ചോറ് ഇപ്പോൾ വൈകുന്നേരം വെക്കണ ചോറൊക്കെ അങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ടത് ഊറ്റിയെടുക്കും. അപ്പോൾ അതേപോലെ ചെയ്യാണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ പാത്രമൊക്കെ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ചോറ് ഊറ്റുന്ന ഈ ഒരു സംഭവത്തിനൂടെ കൊട്ടക്കൈൽ എന്നാട്ടോ പറയുക. കൊട്ടക്കൈൽ ഈ ചോറ് ഊറ്റുന്നത് എൻ്റെ ഈ കയ്യിൽ കണ്ടല്ലോ, ഈ സംഭവത്തിനൂടെ കൊട്ടക്കൈൽ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താന്ന് പറയണതെന്ന് ചെറുതായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മലപ്പുറമായതുകൊണ്ട് പിന്നെ കൊട്ടക്കൈൽ എന്നാട്ടോ ഇവിടെ പറയുക. പിന്നെ എന്താ ചോറൂറ്റിലേക്ക് കഴിഞ്ഞിട്ട് ഇവിടെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് ഊറ്റിയത് അടച്ച് വെക്കാൻ പാത്രം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ കുളി തിരുമ്പൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു 5:30 6 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേന് വൈകുന്നേരത്തെ എൻ്റെ കുളിയൊക്കെ കഴിക്കും കേട്ടോ. എനിക്കിങ്ങനെ എല്ലാ പണികളും നേരത്തെ ഇങ്ങനെ ഒരുക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ജലനിധിൻ്റെ വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്താ ഈ പൈപ്പ് കേടായതുകൊണ്ട് ഇവിടെ വീടിൻ്റെ അടുത്തുള്ള മോട്ടർ കേടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു വെള്ളം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കും. അത് പിന്നെ വിഷയമല്ലല്ലോ. അപ്പോൾ അതും വലിയ ഇതൊന്നും അല്ല കേട്ടോ. അപ്പോൾ കുടിക്കാൻ മാത്രം കൊണ്ടുവന്നാൽ പോരും. പിന്നെ അത്യാവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വെള്ളം ഈ ജലനിധിൻ്റെ വെള്ളം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതാ ഞാൻ അടുക്കളയിൽ വെക്കണ പാത്രത്തിൽ വെള്ളമൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല വെള്ളമൊക്കെ ആക്കി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒഴിക്കുകയാണ്. ബക്കറ്റിലാക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു ഈവനിങ് റൊട്ടീൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.